വടകര എംപി ഷാഫി പറമ്പിലിനെതിരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ സംസ്ഥാനത്ത് കോൺഗ്രസ് പ്രതിഷേധം ശക്തമാകുന്നു. കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു. ജോസഫ്, ഷാഫി പറമ്പിലിനെതിരെയുണ്ടായ പോലീസ് അക്രമത്തിൽ സംസ്ഥാനത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം ശക്തമാവുകയാണ്. ഡിവൈഎസ്പി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ വലിയ രീതിയിലുള്ള സംഘർഷം ഉണ്ടാകുന്നുണ്ട്. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? അരുണിമ, ഇന്നലെ വൈകുന്നേരത്തോടുകൂടി പേരാമ്പ്രയിൽ വെച്ച് വടകര എംപി ആയിട്ടുള്ള ഷാഫി പറമ്പിലിന് മർദ്ദനമേറ്റ സംഭവത്തിൽ പോലീസിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. സംസ്ഥാനത്തുടനീളം ഇത്തരത്തിൽ പ്രതിഷേധം ശക്തമാകുന്നതിന്റെ ഭാഗമാക്കിയാണ് ഇത്തരത്തിൽ കാസർഗോഡും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. 100-ലധികം പ്രവർത്തകർ ഇത്തരത്തിൽ കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ഓഫീസിലേക്ക് ആദ്യഘട്ടത്തിൽ പ്രതിഷേധ മാർച്ചുമായി എത്തി. പിന്നീട് ഈ ഡിവൈഎസ്പി ഓഫീസിന് തൊട്ട് മുമ്പിൽ വെച്ച ഇത്തരത്തിൽ ഈ പ്രവർത്തകരെ പോലീസ് തടയുകയായിരുന്നു. അതിനുശേഷം 3-4 തവണ ഇത്തരത്തിൽ ജലപീരങ്കി പ്രയോഗിക്കുകയുണ്ടായി. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഈ പ്രവർത്തകർ കൂട്ടമായി വന്ന് ഇത്തരത്തിൽ സംസ്ഥാന പാത ഉപരോധിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിയത്. ഇപ്പോൾ സംസ്ഥാന പാത പ്രവർത്തകർ ഉപരോധിക്കുകയാണ്. എന്തായാലും പ്രതിഷേധം ശക്തമാക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതിഷേധക്കാർ പറയുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികൾ അടക്കം വ്യക്തമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. അതായത് ഇത്തരത്തിൽ പോലീസിൽ ഇടത് രാജാണ് നടപ്പിലാക്കുന്നത്. ഇത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഭരണം മാറും. അത്തരത്തിൽ ഇതൊരു സൂചനയായി ഒന്നും ആരും കരുതണ്ട എന്നുള്ള കാര്യമാണ് പ്രധാനമായും പറയുന്നത്. ആരെങ്കിലും അടിച്ചമർത്താൻ നോക്കിയാൽ അത്തരത്തിൽ അടിച്ചമർത്താൻ ഞങ്ങൾ നിന്നു കൊടുക്കാൻ തയ്യാറല്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഓരോരുത്തരെയായി ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീട്ടിയാണ്. ഇവരിപ്പോഴും സംസ്ഥാന പാത ഉപരോധിക്കുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിയിട്ടുണ്ട്. പോലീസ് ഉൾപ്പെടെ വലിയ രീതിയിലുള്ള സന്നാഹങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. എന്തായാലും ശക്തമായ രീതിയിൽ സുരക്ഷയൊക്കെ ഒരുക്കിയിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഇത്തരത്തിൽ ഒടുന്നനെ ഉണ്ടായ സംസ്ഥാന പാതയിലെ ഉപരോധം അത് നാട്ടുകാരെ അടക്കം വലിയ രീതിയിലുള്ള പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. എന്തായാലും സമരം ഘടിപ്പിക്കാനാണ് ഈ പ്രതിഷേധക്കാരുടെ തീരുമാനം. ഇപ്പോഴും സമരത്തിൽ ഒട്ടും ഇളവ് വന്നിട്ടില്ല എന്നാണ് ഇവിടുന്ന് നൽകാൻ കഴിയുന്ന പ്രധാനപ്പെട്ട റിപ്പോർട്ട്. എന്തായാലും പോലീസ് ഇപ്പോൾ കാര്യക്ഷമമായി ഇടപെട്ടുകൊണ്ട് ഇത്തരത്തിൽ ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിനുള്ള നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി, വ്യക്തമാണ്. വടകര എംപി ഷാഫി പറമ്പിലിന് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ സംസ്ഥാനത്ത് കോൺഗ്രസ് പ്രതിഷേധം ശക്തമാവുകയാണ്. കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായിട്ടുണ്ട്. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട്. വിവരങ്ങൾ നൽകിയത് ജോസഫ് അഗസ്റ്റിനാണ്.